നമസ്കാരം. 2026 ജൂലൈ 5 മുതൽ ജൂലൈ 11 വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്തും സാമ്പത്തിക കാര്യങ്ങളിലും പുരോഗതി കൈവരിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരികയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകളും വരുമാന വർധനവിനുള്ള സാധ്യതകളും തെളിയും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുമെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ക്ഷമയോടെ കൈകാര്യം ചെയ്യണം. സ്വത്ത്, വാഹനം, ഗൃഹസൗകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതിയും മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ പുലർത്തുകയും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, തലവേദന, അമിത ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമി പ്രാർത്ഥനയും അന്നദാനം നടത്തുന്നതും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായകരമാണ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ, കുടുംബം, സാമ്പത്തികം എന്നീ മേഖലകളിൽ അനുകൂല മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ അവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ കരാറുകളും സാമ്പത്തിക നേട്ടങ്ങളും ലഭിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെ സഹകരണത്തോടെ പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. വിവാഹാലോചനകൾക്കും ദാമ്പത്യ ജീവിതത്തിനും അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല പുരോഗതിയും മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനവും കാഴ്ചവെക്കാനാകും. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ കഴുത്ത്, തൊണ്ട, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, അമിത ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായകരമായിരിക്കും. മകയിരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽപരമായ പുരോഗതിക്കും പുതിയ അവസരങ്ങൾക്കും അനുകൂലമായ സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തന മികവിന് അംഗീകാരം ലഭിക്കുകയും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകൾ, പങ്കാളിത്തങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ, സാമ്പത്തിക പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും പരസ്പര ധാരണയിലൂടെ അവ പരിഹരിക്കാൻ സാധിക്കും. സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കുന്നതിനാൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കുകയും മത്സര പരീക്ഷകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അവസരമുണ്ടാവുകയും ചെയ്യും. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും ചിലവുകളിൽ നിയന്ത്രണം പാലിക്കുന്നത് ഗുണകരമായിരിക്കും. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, തലവേദന, നാഡീ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കണം. ബുധനാഴ്ച ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. പുണർദത്തിന്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ, കുടുംബം, സാമ്പത്തികം എന്നീ മേഖലകളിൽ അനുകൂലമായ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. മേലുദ്യോഗസ്ഥരുടെ അംഗീകാരവും സഹപ്രവർത്തകരുടെ പിന്തുണയും ലഭിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാരികൾക്ക് പുതിയ കരാറുകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, വ്യാപാര വികസനത്തിനുള്ള അവസരങ്ങൾ എന്നിവ ലഭിക്കും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും മംഗളകരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ
പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതിയും മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണകരമായിരിക്കും. ജലദോഷം, നെഞ്ച് സംബന്ധമായ അസ്വസ്ഥതകൾ, ദഹന പ്രശ്നങ്ങൾ, അമിത ക്ഷീണം എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ്. തിങ്കളാഴ്ച ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ദേവീ പ്രാർത്ഥന നടത്തുന്നതും പാലഭിഷേകം നടത്തുന്നതും ഉത്തമമാണ്. മകം, പൂരം, ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, വ്യാപാര വികസനത്തിനുള്ള സാധ്യതകൾ എന്നിവ ഉണ്ടാകും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുമെങ്കിലും സംസാരത്തിൽ ക്ഷമ പാലിക്കുന്നത് ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും. മാതാപിതാക്കളുടെ പിന്തുണ ലഭിക്കുകയും ഗൃഹകാര്യങ്ങളിൽ അനുകൂല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതിയും മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും ആഡംബര ചിലവുകൾ നിയന്ത്രിക്കുന്നത് ഗുണകരമായിരിക്കും. തലവേദന, കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ, രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ, അമിത ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. ഞായറാഴ്ച സൂര്യനമസ്കാരം നടത്തുന്നതും ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ആദിത്യ ഹൃദയ പാരായണം ചെയ്യുന്നതും ഉത്തമമാണ്. ഉത്രത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ, സാമ്പത്തികം, കുടുംബം എന്നീ മേഖലകളിൽ അനുകൂലമായ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തന മികവിന് അംഗീകാരം ലഭിക്കുകയും പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ അവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ കരാറുകളും സാമ്പത്തിക നേട്ടങ്ങളും വ്യാപാര വികസനത്തിനുള്ള അവസരങ്ങളും ലഭിക്കും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെ സഹകരണത്തോടെ പല കാര്യങ്ങളും വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതിയും മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം. യാത്രകൾ ഗുണകരമാവുകയും പുതിയ ബന്ധങ്ങൾ ഭാവിയിൽ പ്രയോജനപ്പെടുകയും ചെയ്യും. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടതാണ്. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, അലർജി, നാഡീ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, അമിത ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. ബുധനാഴ്ച ഗണപതി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഗണപതി മന്ത്ര ജപം ഉത്തമമാണ്. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി, വിശാഖത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ അനുകൂലമായ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ കരാറുകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, വ്യാപാര വിപുലീകരണത്തിനുള്ള സാധ്യതകൾ എന്നിവ ഉണ്ടാകും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹവും ധാരണയും വർദ്ധിക്കുകയും ചെയ്യും. വിവാഹാലോചനകൾക്കും മംഗളകാര്യങ്ങൾക്കും അനുകൂല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതിയും മത്സര പരീക്ഷകളിൽ വിജയസാധ്യതയും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും ആഡംബര ചിലവുകളും അനാവശ്യ ചിലവുകളും നിയന്ത്രിക്കേണ്ടതാണ്. കഴുത്ത്, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, ഉറക്കക്കുറവ്, അമിത ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച മഹാലക്ഷ്മി പ്രാർത്ഥന നടത്തുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും അന്നദാനം ചെയ്യുന്നതും ഉത്തമമാണ്. വിശാഖത്തിന്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ ആത്മവിശ്വാസവും പ്രവർത്തന മികവും വർദ്ധിക്കുകയും
പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ ഇടപാടുകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, കുടിശ്ശികകൾ ലഭിക്കൽ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെ പിന്തുണയോടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും ഐക്യവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതിയും മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും വികാരപരമായ തീരുമാനങ്ങൾ ഒഴിവാക്കി ചിലവുകളിൽ നിയന്ത്രണം പാലിക്കുന്നത് ഗുണകരമായിരിക്കും. തലവേദന, കണ്ണ് സംബന്ധമായ അസ്വസ്ഥതകൾ, രക്തസമ്മർദ്ദ വ്യതിയാനങ്ങൾ, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കണം. ചൊവ്വാഴ്ച സുബ്രഹ്മണ്യസ്വാമി ദർശനം നടത്തുന്നതും നാഗദേവതയ്ക്ക് പ്രാർത്ഥന നടത്തുന്നതും പാലഭിഷേകം നടത്തുന്നതും ഉത്തമമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ അനുകൂലമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരവും മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും ലഭിക്കുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ കരാറുകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, വ്യാപാര വികസനത്തിനുള്ള അവസരങ്ങൾ എന്നിവ ലഭിക്കുന്നതാണ്. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെ സഹകരണത്തോടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും ഐക്യവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതിയും മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നതാണ് നല്ലത്. കാലുവേദന, സന്ധിവേദന, ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, അമിത ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച ഗുരുവായൂരപ്പനെയോ മഹാവിഷ്ണുവിനെയോ ദർശിച്ച് പ്രാർത്ഥിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. ഉത്രാടത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ അനുകൂലമായ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയും പുതിയ ഉത്തരവാദിത്വങ്ങളും മികച്ച അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ കരാറുകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, വ്യാപാര വികസനത്തിനുള്ള സാധ്യതകൾ എന്നിവ ഉണ്ടാകും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ധാരണയും ഐക്യവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതിയും മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും വലിയ സാമ്പത്തിക തീരുമാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും. മുട്ടുവേദന, സന്ധിവേദന, നട്ടെല്ല് സംബന്ധമായ അസ്വസ്ഥതകൾ, അമിത ക്ഷീണം എന്നിവ ശ്രദ്ധിക്കണം. ശനിയാഴ്ച ശനീശ്വര പ്രാർത്ഥന നടത്തുന്നതും എള്ളെണ്ണ ദീപം തെളിയിക്കുന്നതും കറുത്ത എള്ള് ദാനം ചെയ്യുന്നതും ഉത്തമമാണ്. അവിട്ടത്തിന്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ അനുകൂലമായ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തന മികവ് അംഗീകാരം ലഭിക്കുകയും പുതിയ ഉത്തരവാദിത്വങ്ങളും ഉയർച്ചയ്ക്കുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ കരാറുകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, വ്യാപാര വികസനത്തിനുള്ള സാധ്യതകൾ എന്നിവ ഉണ്ടാകും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണയോടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര വിശ്വാസവും ധാരണയും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതിയും മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകളും വായ്പാ ബാധ്യതകളും നിയന്ത്രിക്കുന്നത് ഗുണകരമായിരിക്കും. സന്ധിവേദന, കാലുവേദന, നാഡീ സംബന്ധമായ അസ്വസ്ഥതകൾ, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കണം. ശനിയാഴ്ച ശനീശ്വര പ്രാർത്ഥന നടത്തുന്നതും
ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തുന്നതും എള്ളെണ്ണ ദീപം തെളിയിക്കുന്നതും ഉത്തമമാണ്. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ, സാമ്പത്തികം, കുടുംബജീവിതം എന്നിവയിൽ അനുകൂലമായ മുന്നേറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരവും പുതിയ അവസരങ്ങൾ ലഭിക്കുകയും മേലുദ്യോഗസ്ഥരുടെ പിന്തുണ നേടുകയും ചെയ്യും. വ്യാപാരികൾക്ക് പുതിയ കരാറുകൾ, സാമ്പത്തിക നേട്ടങ്ങൾ, വ്യാപാര വികസനത്തിനുള്ള സാധ്യതകൾ എന്നിവ ഉണ്ടാകും. കുടുംബത്ത് സന്തോഷകരമായ അന്തരീക്ഷം നിലനിൽക്കുകയും ബന്ധുക്കളുടെ സഹകരണത്തോടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച പുരോഗതിയും മത്സര പരീക്ഷകളിൽ അനുകൂല ഫലങ്ങളും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതാണ്. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ, കാലുവേദന, അലർജി, ഉറക്കക്കുറവ് എന്നിവ ശ്രദ്ധിക്കണം. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും മഞ്ഞൾ ദാനം ചെയ്യുന്നതും ഉത്തമമാണ്.